നമസ്കാരം. അങ്ങനെ ഈ വർഷം 2024 നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവർഷം ലേശം വൈകിയാണെങ്കിലും ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ വർഷം മനസ്സിൽ കരുതുന്ന എല്ലാ സങ്കല്പങ്ങളും എല്ലാ സ്വപ്നങ്ങളും സാഫല്യം കൈവരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ദിവസം, അതായത് ജനുവരി 16 ഞാൻ യാദൃച്ഛികമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആ ദിവസത്തിന് ഒരു പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കുറച്ച് കാണാൻ പറ്റുകയില്ല. കാരണം മലയാള സിനിമയിലെ നാം കണ്ടിട്ടുള്ള ഒരേ ഒരു നിത്യവസന്തമേ ഉള്ളൂ, ശ്രീ പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. അതായത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് 35 വർഷങ്ങൾ കഴിയുകയാണ്. 35 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതൊരു നിത്യവസന്തമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകളും നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദിവസം തന്നെയാണ് സംസാരിക്കാനായിട്ട് ഒത്തു വന്നതെന്ന് പറയുന്നത് യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എങ്കിലും പലായിക്കുന്ന വൃത്തിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വ്യക്തി എന്ന രീതിയിൽ നസീർ സാറിന് വലിയ പ്രാധാന്യമുണ്ട്. പലതുകൊണ്ടും അദ്ദേഹം എത്രയോ സിനിമകൾ, ഏതാണ് പറഞ്ഞാൽ തീരില്ല, 700 മീതെ സിനിമകൾ ഉണ്ടാവണം എന്നാണ് കണക്ക്. അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്രയും ബൃഹത്തായ ഫിലിമോഗ്രാഫി എടുത്താലും നസീർ സാറിൻ്റെ അഭിനയ ജീവിതത്തെ വിമർശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു സംശയവും വേണ്ട. മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ആ കാര്യം നിസ്സാരവും പ്രശ്ന ഗുരുതരവും മാറ്റിവെക്കാൻ പറ്റുകയില്ല. അതിനി പറ്റത്ത, കാരണം ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഞാനെന്തിനു പറയുന്നു, ഇന്നും എനിക്ക് ഈ കാര്യം നിസ്സാരവും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് അതുപോലെ പഴയ സിനിമകൾ യൂട്യൂബിൽ കണ്ടിട്ട് ആൾക്കാർ ഇപ്പോഴാണ് ഈ പടം കണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാറുണ്ട്. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ പടങ്ങളുടെയും പുതുമ പോയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നസീർ സാറിൻ്റെ ഓർമ്മകൾക്കും എളുപ്പമാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പോൾ നമ്മൾ കാര്യം നിസ്സാരത്തെയോ ഏപ്രിൽ 18 പറ്റിയോ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതിനാണ് പ്രസക്തി. ശരിയാണ്. വാട്ട് ഈസ് ദ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഒടുവിലായിട്ട് എൻ്റെ സിനിമ പുറത്തു വന്നത് 2018 എന്നാലും ശരത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സിനിമകൾ സംവിധാനം ചെയ്തപ്പിക്കാൻ സാധിച്ചില്ല. അത് മാത്രമല്ല, എല്ലാ വർഷവും സിനിമ ചെയ്യുന്നത് സ്വാഭാവികമല്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനിയൊന്നും ഒത്തുവരിക, അതിന് പല കാരണങ്ങളുണ്ടോ. നമ്മൾ സിനിമയിലെ കാലാവസ്ഥ നോക്കും, രീതികൾ നോക്കും, നമുക്കനുസരിച്ചൊരു സംഗതി വേണം, നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നൊരു സിനിമ വരണം. അപ്പോൾ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള എൻ്റെ അഭ്യുദയകാംക്ഷികളായ ആൾക്കാരൊക്കെ എന്താ ചേട്ടാ ഇങ്ങനെ ഇരുന്ന പോലെ ഞങ്ങൾക്ക് അത് പലരും വെറുതെ പറയുന്നതല്ല, അവർക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങൾക്ക് വളരെ വേദനയാണ് ചേട്ടൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ചേട്ടനത് എന്തു വന്നാലും ചേട്ടൻ സിനിമ ചെയ്യണം, ഞങ്ങൾ കാത്തിരിക്കും, ചേട്ടൻ പാടിയാൽ പോരാ, ചേട്ടൻ ഫേസ്ബുക്കിൽ എഴുതിയാൽ പോരാ, വി വാണ്ട് എ ഫിലിം ഫ്രം യു എന്ന് ആർഡൻ്റായിട്ട് ഇപ്പോഴും ആഗ്രഹിച്ച് പറയുന്ന ആ ആഗ്രഹം കേൾക്കുമ്പോൾ സത്യമായ മനസ്സിന് വളരെയധികം സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ പിറന്നാൾ ദിനത്തിൽ പിന്നെ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് ചേർന്നിട്ട് എന്നെപ്പറ്റി ഒരു ബ്രീഫിംഗ് തയ്യാറാക്കിയപ്പോൾ അതിൽ നികേഷ് കുമാർ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് എന്നെപ്പറ്റി പറഞ്ഞപ്പോൾ ബാലേന്ദ്രമേനോൻ സിനിമയിൽ നിന്ന്, അതായത് ഏറ്റവും ഡിമാൻഡുള്ള സമയത്ത് തന്നെ സിനിമയിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ പിന്മാറി നിൽക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ലെന്ന് പറഞ്ഞത് ഞാൻ നികേഷിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ നിലപാടാണ്. പണ്ടും എനിക്ക് ഒക്കുന്ന പടങ്ങളല്ലാതെ ഞാൻ ചെയ്യാറില്ല, അല്ല ബോളി പിടിച്ച് ചെയ്യുക. ഇപ്പം തന്നെ എത്രയോ പടങ്ങൾ ഈ കോവിഡൊക്കെ വന്ന ശേഷവും അഭിനയിക്കാൻ വരുന്ന പടങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല മാനസികമായിട്ട്. അതെൻ്റെ ഒരു ദൗർബല്യമായിരിക്കാം. അല്ലെങ്കിൽ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വരണം. എനിക്ക് പുതിയ തലമുറയുടെ ചിത്രങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. അവരുമായിട്ട് നടനം നടത്തി സഹകരിക്കാൻ താല്പര്യമാണ്. പക്ഷേ അത് നമ്മളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട്. എല്ലാ കഥാപാത്രവും ചെയ്യാമെന്നുള്ള വാശി പണ്ടുമില്ല ഇന്നുമില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ വർഷം 2024 ഞാനതിനുള്ള ശ്രമങ്ങൾ, എൻ്റേതായിട്ടുള്ള സിനിമയുടെ ശ്രമങ്ങൾ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിങ്ങനെ അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു സിനിമ നിർമ്മിക്കുക, സംവിധാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ജോബ്. അത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ
ഒരു സിനിമ രൂപീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വളരെ എന്താ പറയണ്ടേ ഗൗരവതരമായ ചർച്ചയിൽ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ദയവേത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർ കരുതുക. അതിൻ്റേതായ സമയം ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കുതിപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പാന്ന് മാത്രം കരുതിയാൽ മതി. മനസ്സിലായില്ലേ? അത് എൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു സബ്ജക്റ്റ് വരണം, അത് വരും. അതിലിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത്രയും കൂടെ പറയാം. ഇപ്പോൾ എന്തോ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു സിനിമാ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും പ്രേംനസീറിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു പ്രേംനസീർ ഫാക്ടർ വന്നേക്കാം. അതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് കമ്മിറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് പല രീതിയിലുള്ള രൂപാന്തരങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന് വേറൊരു മുഖം വരിക. പക്ഷേ എന്തോ അങ്ങനെ ഒരു സംഗതി എനിക്കെന്തോ അങ്ങനെ നമ്മളെ ഈ സ്റ്റാമ്പ് വെട്ടി ഒട്ടിച്ച് നമ്മൾ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണല്ലോ നമ്മുടെ ഭാവനയിൽ പലതും കോർത്തിണക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അയക്കാമെന്ന് പറയുന്ന കൂട്ടത്തിൽ വരുമ്പോൾ ഒരു പ്രേംനസീർ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മനസ്സിൽ വരുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത് എൻ്റെ സിനിമയിലെ സാങ്കത്യം ഉണ്ടാകാൻ പോകുമെന്നുള്ള പറയാൻ പറ്റുകയില്ല. എങ്കിലും ഞാൻ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തു വരുന്ന ഒരു സംഗതിയായിട്ട് അത് രൂപാന്തരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതെനിക്ക് ഈ നസീർ സാറിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ തന്നെ നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നസീർ സാറിൻ്റെ ഓർമ്മ ദിനം വേണ്ടി ഞാൻ പറയാം. ഈ കാര്യം നിസ്സാരം എന്ന സിനിമ അദ്ദേഹം ഡേറ്റൊക്കെ കൺഫേം ചെയ്ത് പോയതിന് ശേഷം എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചോദിക്കുക, പടത്തിൻ്റെ പേരെന്താ മിസ്റ്റർ ബാലേന്ദ്രൻ? ഞാൻ പറഞ്ഞു കാര്യം നിസ്സാരം എന്നാണ്. എന്താണ്? ഞാൻ പറഞ്ഞു കാര്യം നിസ്സാരം. ഓ അങ്ങനെയാണല്ലേ, അത് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് ചിരിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹനെ വിളിച്ചു. പക്ഷേ ബാലേന്ദ്രൻ ഞാൻ നസീറാണ്, പ്രേം നസീർ എന്നേ പുള്ളി പറയത്തുള്ളൂ. പടത്തിൻ്റെ ആ പേര് അത് തന്നെ നിശ്ചയിച്ചോ? ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണ്. അത് മതിയോ? ഒരു സിനിമയുടെ പേരിന് അത് മതിയോ എന്ന് പറയുമ്പോൾ അന്ന് വന്നുകൊണ്ടിരുന്ന പേരുകൾ അത്തരത്തിലുള്ളതാണ്. ഭീകരമായ പേരുകളൊക്കെയാണ് മലയാള സിനിമയിൽ തന്ന് പേരായിട്ട് വരുന്നത്. ആ സമയത്താണ് എനിക്ക് കാര്യം നിസ്സാരം എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് എന്തോ പടം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ട് ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു ഇല്ല സാർ, അത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അതിനപ്പുറം ഒരു പേരെനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയൊക്കെ തീർന്നു കഴിഞ്ഞ് പടം റിലീസായി വിജയിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇന്നും ഓർമ്മയുണ്ട് പറഞ്ഞു, മിസ്റ്റർ ബാലേന്ദ്രൻ ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ അന്ന് ഞാൻ നിങ്ങളോട് കാര്യം നിസ്സാരം മതി എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ മറ്റൊരാളാണെങ്കിൽ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ റീതിങ്ക് ചെയ്ത് ഒരുപക്ഷെ വേറൊരു പേര് ശ്രമിച്ചത്. പക്ഷേ നിങ്ങൾ എന്ത് കോൺഫിഡൻറ്റോട് കൂടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല സാർ അതിനപ്പുറം വേറൊരു പേര് കിട്ടുന്നില്ലെന്ന്. നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരുന്നു, ആ പോളിസി മാറ്റരുത്. അദ്ദേഹം പറഞ്ഞു ഇന്ന് ഓർമ്മയുണ്ട്. ഞാൻ ആ പോളിസി മാറ്റിയിട്ടുമില്ല. ആരൊക്കെ എന്തൊക്കെ പ്രലോഭനം പറഞ്ഞാലും എനിക്ക് പൂർണ്ണ ബോധ്യം വരുന്ന ഒരു നല്ല സിനിമ, അത് നല്ല സിനിമൻ്റെ മനസ്സിൽ ഉണ്ടാകാതെ ഞാൻ സിനിമ ചെയ്യില്ല. അതിൻ്റെ പ്രേക്ഷകരെ ഒരു രീതിയിൽ നിരാശപ്പെടുത്തരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വർഷം അതിനുള്ള ചുറ്റുവട്ടങ്ങൾ വരട്ടെ. നിങ്ങളുടെ എല്ലാം സഹകരണം എനിക്കതിനാവശ്യമാണ്. അപ്പോൾ വീണ്ടും ഇനി ഈ വർഷം സജീവമായിട്ട് ഈ ചാനലിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. സോ വൺസ് അഗെയിൻ വിഷിംഗ് യു ആൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ബാലേന്ദ്രൻ. പ്രേം നസീറിന് ഒരു അർഹമായിട്ടുള്ള ഒരു അംഗീകാരം നമ്മുടെ സാംസ്കാരിക കേരളം കൊടുത്തിട്ടുണ്ടോ എന്ന് 100% ഞാൻ 100% വിശ്വസിച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ കടപ്പെട്ടിരിക്കുന്നവരാണ്. അതിനുള്ളൊരു ഉദ്യമം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എല്ലാം സഹകരണം എനിക്കുണ്ടാവണം. ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ എന്റെ വരാൻ പോകുന്ന ഒരു സിനിമയിലെ കാര്യം നിസ്സാരം എന്ന സിനിമയുടെ ശക്തമായ സ്വാധീനം ഉണ്ടായിരിക്കും. ആ സ്വാധീനം എന്ന് പറയുന്നത് പ്രേം നസീറിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ആദരവായിരിക്കും.